പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. ചാക്കോയും മേരിയും എന്ന പരമ്പരയിൽ അപ്രതീക്ഷിതമായ അതിഥി കുര്യച്ചനെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ചാക്കോ നീലാംബരിയുടെ കൂടെയായിരിക്കും ഇപ്പോൾ ഉണ്ടാവുക എന്ന് എൽസയും ആലീസും വിചാരിക്കുന്നു. എന്നാൽ CI ആൻഡ് മേരി തന്റെ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയും അതിന്റെ ഭാഗമായി കുര്യച്ചന്റെ വീട്ടിലെത്തിയതിനു ശേഷം ചാക്കോയെ കുറിച്ചുള്ള ചോദ്യങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ഇത് കേട്ടതിനെ തുടർന്ന് മോഹനചന്ദ്രൻ വക്കീൽ ചാക്കോ ഇവിടെയില്ല എന്നുള്ള കാര്യം തീർത്തു പറയുകയും നീലാംബരിയും അവനും അടുപ്പത്തിലാണ് എന്നുള്ള കാര്യം സത്യം തന്നെയാണ് എന്നും, പക്ഷേ അവൻ ഇവിടെ എത്തിയിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യം മാത്രമാണ് എന്ന് വ്യക്തമാക്കുന്ന അയാൾ കൃത്യമായ കാര്യങ്ങൾ അറിയാതെയാണ് ഇവിടേക്ക് CI വന്ന് അന്വേഷണം നടത്തുന്നത് എന്ന് കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് ചാക്കോ കുര്യച്ചന്റെ യഥാർത്ഥ മകനല്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന അയാൾ സ്വത്തുക്കൾ അവന്റെ പേരിലാണ് എന്നും അത് തട്ടിയെടുക്കുന്നതിന് വേണ്ടിയാണ് മറ്റു രണ്ടു മക്കൾ ശ്രമിക്കുന്നത് എന്നും അതിനിടയിൽ നീലാംബരിയുമായി അവൻ പ്രണയത്തിലായി എന്നും നീലാംബരി സഹായിക്കണം എന്ന് അഭ്യർത്ഥിച്ചതുകൊണ്ട് മാത്രമാണ് അവനെ രക്ഷിക്കുന്നതിന് വേണ്ടി താൻ അവിടേക്ക് പോയത് എന്നും വക്കീൽ വ്യക്തമാക്കുന്നു. അപ്രതീക്ഷിതമായ ഈ തിരിച്ചറിവുകൾ CIയെ ഞെട്ടിച്ചതിനെ തുടർന്ന് കൃത്യമായ അന്വേഷണം താൻ നടത്തിക്കൊള്ളാമെന്ന് വ്യക്തമാക്കുന്ന CI അവിടെ നിന്ന് പോകുന്നു. ഇതേ തുടർന്ന് കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി നീലാംബരി ഉടൻ തന്നെ ശർമ്മജിയെ ഫോൺ ചെയ്തതിനെ തുടർന്ന് ശർമ്മജി തെറ്റുപറ്റിപ്പോയതായി സമ്മതിക്കുകയും ഇപ്പോൾ ചാക്കോ എവിടെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു രൂപരേഖയും ഇല്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഈ കാര്യം അറിയുന്നത് നീലാംബരിയെ തകർത്ത് കളയുന്നു. ഇതേ തുടർന്ന് നീലാംബരി എൽസിയെ ഫോൺ ചെയ്ത് ചാക്കോ തന്റെ കൂടെയില്ല എന്നുള്ള കാര്യം അറിയിക്കുന്നുവെങ്കിലും അതൊന്നും വിശ്വസിക്കാൻ തയ്യാറാകാത്ത എൽസ നീ നുണ പറയുകയാണ് എന്ന് വ്യക്തമാക്കുകയും ഫോൺ കട്ട് ചെയ്യുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായ ഈ തിരിച്ചടി നീലാംബരിയെ ഞെട്ടിച്ചതിനെ തുടർന്ന് എങ്ങനെയാണ് സത്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കേണ്ടത് എന്നറിയാതെ നീലാംബരി നിൽക്കുന്നു. ഇതിനിടയിൽ പുറത്തുപോയി തിരികെ എത്തുന്ന വക്കീൽ ചാക്കോ കോഴിക്കോട്ട് തന്നെ എത്തിയിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ഇവിടെയുള്ള ആശുപത്രിയിലെല്ലാം താൻ അന്വേഷിച്ചുവെന്നും പക്ഷെ യാതൊരു വിവരവും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഇതേ സമയം കുര്യച്ചന്റെ അടുത്തേക്ക് ചെല്ലുന്ന ആലീസ് താൻ ചാക്കോയെ സ്നേഹിച്ചു വരികയായിരുന്നുവെന്നും തനിക്ക് അവനോട് യാതൊരു ദേഷ്യവും ഇപ്പോഴില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനിടയിൽ അപ്രതീക്ഷിതമായി അവിടേക്ക് കയറി വരുന്ന രാജലക്ഷ്മി കുര്യച്ചനെ വിളിച്ചിറക്കുകയും തന്റെ മകൻ എവിടെയാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായ രാജലക്ഷ്മിയുടെ ഈ ചോദ്യങ്ങൾക്ക് മുന്നിൽ എന്താണ് ഉത്തരം നൽകേണ്ടത് എന്നറിയാതെ കുര്യച്ചൻ പകച്ചു പോവുകയും ചാക്കോയെ താൻ കണ്ടെത്തിത്തരാം എന്നുള്ള വാഗ്ദാനം നൽകുകയും ചെയ്യുന്നു. രാജലക്ഷ്മിയുടെ ഈ തിരിച്ചു വരവ് സേവ്യറിനും സണ്ണിക്കും തിരിച്ചടിയാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. രാജലക്ഷ്മി എന്തായാലും തന്റെ മകനെ കണ്ടെത്താൻ ഒരുങ്ങി തന്നെയാണ് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.